ഇന്ന് എന്റെ കൂടെ ഇവിടെ ഉള്ളത് ഒരു ആയുർവേദ ഡോക്ടറാണ്, ഡോക്ടർ ജയറാം. നമസ്തേ. നമസ്തേ. അങ്ങനെ കിട്ടലാണ് ഏറ്റവും വലിയ പാട്. ഇന്നിപ്പോ 4 നേരം പിന്നെ ചതുർമുക്ത മഹാദ്രോഹി എന്നാണ്, കാരണം അവർ മറ്റുള്ളവർക്കുള്ള ഭക്ഷണം കൂടാണ് കഴിക്കുന്നത്. അത് കലക്കി. അത്യാഹാര പ്രയാസശ്ച പ്രജൽപോ നിയമഗ്രഹ ജനസംഘഞ്ച ലൗല്യഞ്ച ഷഡ്ഫുർ ജീവോ വിനിശതി എന്നാണ്. അതായത് അമിതമായ ആഹാരം, അമിതമായ അധ്വാനം, പ്രജൽപ്പം, അനാവശ്യമായ സംസാരം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 മണിക്കൂറുള്ളിൽ ഉറങ്ങുന്നോ അവർക്ക് ആലസ്യം ഉണ്ടാവും. ഏവിയേഷൻ സ്പിരിറ്റ് വളരെ പവറുള്ളതെന്ന് പറഞ്ഞ് ബജാജിന്റെ സ്കൂട്ടറിനെ ധരിക്കണ്ടല്ലോ. മോര് കഴിച്ചാൽ എന്ത് വിഷവും ദഹിച്ചു. കാരണം മോരിനെ പറ്റി പറയുന്നത് കൈലാസത്തിൽ അന്ന് മോരുണ്ടായിരുന്നെങ്കിൽ ശിവൻ നീലകണ്ഠനാവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പുനഃപക്വം വിഷവും എന്നാണ് ആയുർവേദം പറഞ്ഞത്. രണ്ടാമത് ചൂടാക്കിയ വസ്തു വെള്ളമാണെങ്കിൽ പോലും അത് വിഷത്തിന് തുല്യമാണെന്നാണ്. വൈദ്യുതി വന്നതോടുകൂടി കൂടുതൽ സമയം വർക്കിന് വേണ്ടി ചെലവഴിക്കാൻ തുടങ്ങി, പബ്ലിക് സ്പേസ് ചെലവഴിക്കാൻ തുടങ്ങി. വാക്കിംഗ് സ്ട്രീറ്റും ഒക്കെ രാജ്യങ്ങളൊന്നും പുരോഗമിക്കുന്നുണ്ട്. പണ്ടത്തെ സാമ്പത്തിക അവസ്ഥയല്ല ഇപ്പോ. അതിനനുസരിച്ച് ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രി പുരോഗമിക്കുന്നുണ്ട്, കാരണം രോഗികളുടെ എണ്ണം കൂടി. അത് കലക്കി. നമസ്തേ. പഞ്ചധന്യം ലൈഫ് സ്റ്റൈലിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഉള്ളത് ഒരു ആയുർവേദ ഡോക്ടറാണ്, ഡോക്ടർ ജയറാം. പക്ഷേ ആയുർവേദ ഡോക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവവും വേറിട്ട ശൈലിയും എല്ലാം എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ആയുർവേദത്തിൽ അഗാധ പാണ്ഡിത്യവും, അതുകൂടാതെ ആയുർവേദം വീണ്ടും വീണ്ടും പഠിക്കണം. എന്താണ് റിയൽ ആയുർവേദം, അല്ലെങ്കിൽ എന്താണ് ഭാരത പാരമ്പര്യത്തിലെ ആയുർവേദം, ഇതെല്ലാം പഠനത്തിന് ശേഷവും ഒരു ഭാരത പര്യടനം തന്നെ നടത്തുകയും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയും, ശരിക്കും പറഞ്ഞാൽ എല്ലാ മരുന്നുകളെ കുറിച്ചും, പച്ചമരുന്നുകളെ കുറിച്ചും, ഭാരതത്തിന്റെ ഓരോ സ്റ്റേറ്റിലും ഉള്ള മരുന്നുകളെ കുറിച്ചും, അവിടുത്തെ ആഹാര രീതിയെക്കുറിച്ചും, അവിടുത്തെ ജീവിത ശൈലികളെ കുറിച്ചും എല്ലാം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ് ഡോക്ടർ ജയറാം. ഡോക്ടറെ നമസ്തേ. 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 ഞങ്ങളുടെ ഈ പഞ്ചധന്യം ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം. കാരണം അങ്ങേ കിട്ടലാണ് ഏറ്റവും വലിയ പാട്. എപ്പോ നോക്കിയാലും വിളിച്ചാലും നേപ്പാളിലോ നോർത്ത് ഇന്ത്യയിലോ ഒക്കെ ആയിരിക്കും. എന്തായാലും വളരെ സന്തോഷം. അങ്ങയുടെ അറിവ് നമ്മളുടെ ഇതിലേക്ക്, ഞങ്ങളുടെ ടീമിലേക്കും എല്ലാവർക്കും പകർന്നു കിട്ടാനായിട്ടുള്ള ഈ ഒരു അവസരം. ആയുർവേദം എന്ന മഹാശാസ്ത്രത്തെ പഞ്ചധന്യം എന്നൊരു പദ്ധതിയിലൂടെ ജനകീയമാക്കുന്ന ഒരു ബൃഹത് പദ്ധതിയിലെ ഒരു ഭാഗമായിട്ട് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ആദ്യം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി തികച്ചും ഏറ്റവും ആവശ്യകതയുള്ള ഈ സമയത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ആയുർവേദം, അതെങ്ങനെ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ സന്നിവേശിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പലരും ആയുർവേദം എന്ന ചികിത്സാ പദ്ധതിയെ ശരിക്കും മനസ്സിലാക്കാതെയാണ് അതിനെ സമീപിക്കുന്നത്. മറ്റു ചികിത്സകളൊക്കെ പോയിട്ട് ഇനി ഇതും കൂടെ നോക്കിക്കളയാം എന്നൊരു ശ്രമം മാത്രമുള്ള നിലയിലേക്ക് ഇത് താഴ്ന്നുകൊണ്ടിരിക്കുക. എന്നാൽ നിവാരണം എന്ന ചികിത്സയേക്കാൾ എന്നുള്ള പദ്ധതി, അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല, രോഗമില്ലാത്ത ജീവിതം വരാതെ സൂക്ഷിക്കുക, ക്യൂർ, ഒരു സുജീവിതത്തിനുള്ള പദ്ധതിയാണ്, ഒരു പദ്ധതി തന്നെയാണ് ആയുർവേദം. അതിനെ ഇന്ന് വെറും ഒരു സുഖചികിത്സാ പദ്ധതിയായിട്ടും മറ്റൊരു ചികിത്സകളൊന്നും ഫലിച്ചില്ലെങ്കിൽ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് ഇതിനെ വാസ്തവത്തിൽ ഇപ്പൊ കാലങ്ങളായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ശാസ്ത്രം. ആ അവസരത്തില് ഇതിനെ ജനകീയമായിട്ട് ഏത് ജീവിതശൈലി രോഗങ്ങൾക്കും ആയുർവേദം കൊണ്ടൊരു പോംവഴി ഉണ്ട് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് അതിലേക്ക് പുറപ്പെട്ടിറങ്ങിയിരിക്കുന്ന നിങ്ങളോട് തികച്ചും അഭിനന്ദനാർഹമായ ഒരു പദ്ധതിയാണത്. തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ ഇപ്പൊ ഈ ആയുർവേദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങളുടെ അവിടുത്തെ ഡോക്ടർമാരാണെങ്കിലും അല്ലെങ്കിൽ ആചാര്യന്മാരാണെങ്കിലും ഒക്കെ പറയും, പലർക്കും ഞങ്ങൾക്ക് ഒരുപാട് ഫോൺ കോൾസ് വരും. നിങ്ങളുടെ അവിടെ സുഖചികിത്സ ഉണ്ടോ, മസാജ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കോളുകൾ വരിക. സാധാരണ നമ്മളിങ്ങനെയുള്ള ഒരു കേസും എടുക്കണില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അതിലേക്ക് പോകുന്നതിനേക്കാൾ ഞങ്ങൾ കൂടുതലും ഔഷധ നിർമ്മാണത്തിലും ഗുണമേന്മയുള്ള ഔഷധത്തിലേക്കും, അതുപോലെ ഒരുപാട് അസുഖങ്ങൾ വന്ന് ദുരിതം അനുഭവിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ കൂടുതൽ. കാരണം ഒരുപാട് റൂംസ് ഒന്നും നമുക്കില്ല, ആകെ കുറച്ച് റൂംസേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്നിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണേ. അതവിടെ നിൽക്കട്ടെ. പഞ്ചധന്യം എന്ന് പറഞ്ഞ ഈ പ്രൊജക്ടിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാനുണ്ടായ ഒരു കാര്യം, ശരിക്കും നമ്മളുടെ അവിടെ വരുന്ന ഇപ്പോഴത്തെ ഈ പേഷ്യൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ഡോക്ടർമാരെ കാണാൻ വരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന എൻക്വയറീസിലൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടിരുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്.
കാരണം അത് കഴിഞ്ഞ് അത് മര്യാദയ്ക്ക് അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ഔഷധ സേവ നടത്താതെയും വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് നടക്കാതെയും അങ്ങ് പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ചികിത്സിച്ച് അത് ആകെ നടക്കാതെയോ ചിലർക്ക് മാറിപ്പോണ്ടാവും, പക്ഷെ മാറിപ്പോവാതെ വരുന്ന അവസരങ്ങളിലാണ് കൂടുതൽ നമ്മളിലേക്ക് ഇപ്പോൾ ആളുകൾ എത്തിച്ചേരുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ഈ 5 കാര്യങ്ങൾ തന്നെ, ഇത് പഞ്ചധന്യത്തിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ തട്ടുകേട് കൂടാതെ പോവാം എന്നേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതില് ആഹാരം, വ്യായാമം, ഉറക്കം, ശ്വാസം, ധ്യാനം അല്ലെങ്കിൽ ശ്വസനം, ധ്യാനം, ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് ഓരോന്ന് പറയാൻ? ഈ 5 കാര്യങ്ങളിൽ 2 കാര്യങ്ങളിൽ ശ്രദ്ധാലുവായാൽ മാത്രമേ ബാക്കിയുള്ള 3 കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. കാരണം ധ്യാനം അവസ്ഥയാണ്. വ്യായാമം എന്ന് പറയുന്നത് ബോധപൂർവം ചെയ്തെങ്കിൽ പോലും അതിലെ അവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കണമെങ്കിൽ ആദ്യത്തെ 2 കാര്യം, അതായത് ശ്വസന വ്യവസ്ഥ, അതുപോലെ തന്നെ ഭക്ഷണ രീതി, ഇത് രണ്ടും കൃത്യമായെങ്കിൽ മാത്രമേ അടുത്ത 3ലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് 5 ഒരുമിച്ച് പറഞ്ഞെങ്കിൽ പോലും ഈ 2നെ കൃത്യപ്പെടുത്തുന്നതിലൂടെയാണ് അടുത്ത 3 നമുക്ക് സിദ്ധമാവുന്നത്. അത് വന്നു ചേരുകയാണ് ശ്വാസോച്ഛ്വാസവും ആഹാരവും. കാരണം ഇത് രണ്ടുമാണ് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു പിറവിയിലെ ആദ്യം ശ്വാസോച്ഛ്വാസമാണ്, അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമാണ് രണ്ടാമത്തെ. അപ്പൊ ഇതിനെ രണ്ടിനെയും കൃത്യമായിട്ട് ബോധപൂർവം ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ശരീരത്തിന് ഗുണകരമായിട്ട് ഭവിക്കുന്നത്. ഇപ്പൊ ആഹാരമാണ് ഏറ്റവും കൂടുതൽ നമുക്ക്, ഇതിപ്പോ എങ്ങനെ, അല്ലെങ്കിൽ ഇന്നത്തെ ബിസി ലൈഫാണ്, നമ്മൾ എങ്ങനെ ആഹാരം മാനേജ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിക്കും, എന്ത് കഴിക്കരുത്, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ എല്ലാവർക്കും ഒരു കൃത്യമായി. അപ്പൊ നമ്മളുടെ പാരമ്പര്യവും ആയുർവേദ ശാസ്ത്രവും ഇന്നത്തെ ജീവിത രീതിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് പറയുമ്പോൾ അങ്ങേക്ക് എന്താണ് നമുക്ക്? ഭാരതീയമായ കാഴ്ചപ്പാടില് ആഹാരമാണ് മരുന്ന്, മരുന്നാണ് ആഹാരം എന്നാണ് ഒരു പ്രഥമ പദ്ധതി തന്നെ. അതാണ്. അതായത് ഒരു എഞ്ചിന്റെ പ്രവർത്തനം നിർണ്ണയിക്കുന്നത് അതിലേക്ക് ഒഴിക്കുന്ന ഫ്യൂവലിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആണ് ആ എഞ്ചിന്റെ പെർഫോമൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ മനുഷ്യന് ജീവിക്കാനുള്ള ഇന്ധനമാണ് അന്നം. അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇത് രണ്ടും നോക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറഞ്ഞത് യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു. അതായത് യുക്തമായ ആഹാരം വേണം, അതിൽ നിന്നാണ് യുക്തമായ ചിന്തയും പ്രവൃത്തിയും വിനോദവും വിശ്രമവും ഒക്കെ കിട്ടുന്നത്. ഇത് രണ്ടും കൃത്യമാകുമ്പോൾ മാത്രമേ യുക്തമായ കർമ്മങ്ങൾ ഒരാളിൽ നിന്നുണ്ടാവുള്ളൂ. ഇന്ന് ഭക്ഷണത്തിന്റെ ക്വാളിറ്റി നശിച്ചു, അതിന്റെ ക്വാണ്ടിറ്റി വേറെയായി, കഴിക്കുന്ന സമയം വേറെയായി, ഇതൊന്നും യുക്തമല്ലാത്ത രീതിയിലായി. അപ്പൊ ഇതിനെ യുക്തമാക്കി കൊണ്ടുവരാൻ ഏത് കാലഘട്ടത്തിലും ഏത് തിരക്കിലും നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അല്ലാതെ അതിന് ഇന്ന് ഭക്ഷണം നല്ലത് കിട്ടാനില്ലെന്നോ അല്ലെ ഇന്നത്തെ തിരക്കിൽ കഴിക്കാൻ പറ്റില്ലെന്നല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ആഹാരത്തിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഭാരതീയമായ കാഴ്ചപ്പാടില് അന്നത്തിനെ ഹവിസായിട്ടാണ് കാണുന്നത്. ആചാരപരമായിട്ട് ഹവിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്ന ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്ന ഹവിസാണ്. അത് ഏറ്റവും ഉത്തമമായ വസ്തു മാത്രമാണ്. നമ്മളിപ്പോൾ ഹോമം നടത്തുമ്പോൾ അതിലേക്കുള്ള നെയ്യും ആജ്യവും എന്താണേലും അത് നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് ക്രമമായിട്ട് ശുദ്ധിയോടുകൂടി നല്ല മനോഭാവത്തോടുകൂടി തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഒരിക്കലും അതിന്റെ വില നമ്മൾ കണക്കൂട്ടിട്ടല്ല നമ്മൾ ഹവിസ് അർപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജഠരത്തിലുള്ള അഗ്നിയാണ് ജഠരാഗ്നി. ഇതൊരു ഹോമകുണ്ടമാണ്. അതായത് ഭഗവാന്റെ ജിഹ്വയായിട്ടാണ് നമ്മുടെ അന്നനാളത്തെ കാണുന്നത്. അപ്പൊ അതിലേക്ക് സമർപ്പിക്കുന്ന ഹവിസ് ആണ് അന്നം. അപ്പൊ ആ അന്നത്തിന് ഏറ്റവും ശുദ്ധമായതായിരിക്കണം, നല്ല മനോഭാവത്തോടുകൂടി തയ്യാറാക്കിയതായിരിക്കണം, നല്ലവണ്ണം തിരഞ്ഞെടുത്തായിരിക്കണം. അതായത് അത് ഉണ്ടാകുന്ന ഭൂമി തൊട്ട് വിളവെടുക്കുന്ന കാലം തൊട്ട് അതിന്റെ ക്വാളിറ്റിയെ നോക്കി തെരഞ്ഞെടുത്ത അന്നത്തിനെ ഹവിസ് എങ്ങനെയാണോ ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്നത് അതേ പ്രാർത്ഥനയോടുകൂടി അർപ്പിക്കേണ്ട സാധനമാണ് അന്നം. എന്തായാലും നമുക്ക് ഇന്നത്തെ കാലത്ത് പങ്ക് പറഞ്ഞ ഈ ഒരു പുരാതന രീതി അല്ലെങ്കിൽ വേണ്ട രീതി എന്ന് പറയുന്നത് മുഴുവനായിട്ട് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ക്വാളിറ്റിയുള്ള ഭക്ഷണം, നല്ല രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഭക്ഷണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസും നല്ല ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം, അല്ലെ? അതിപ്പോ എന്തുമാവാന്നുള്ളതാണോ? അതെല്ലാ കാലത്തും സാധ്യമാണ്. നമ്മൾ തിരക്കുള്ളിടത്ത്, കാരണം ഇപ്പൊ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് പൊല്യൂഷൻ, പിന്നെ പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെ. പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, മനുഷ്യനെ പോലല്ല പ്രകൃതിയിലെ സസ്യങ്ങള്, അതിന് വേണ്ടത് മാത്രമേ അത് വലിച്ചെടുക്കുകയുള്ളൂ. ഇപ്പൊ ഒരു മൃഗത്തിനെ നമ്മളിപ്പോ അന്റാർട്ടിക്കയിലുള്ള ഒരു മൃഗത്തെ ഇവിടെ കൊണ്ട് വളർത്തി കഴിഞ്ഞാൽ പോലും അതിന്റെ ജീവിത സാഹചര്യത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ മാത്രമേ അതിലൂടെ സർവൈവ് ചെയ്യുള്ളൂ.
മനുഷ്യരിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ദേശാന്തരഗമനം, അതായത് മറ്റൊരു ട്രോപ്പിക്കൽ റീജിയൻ വിട്ട് മറ്റൊരു ട്രോപ്പിക്കൽ റീജിയനായിട്ട് യാത്ര തുടങ്ങിയപ്പം നമ്മളുടെ അന്നം അറേബ്യൻ ഫുഡും അതെ ഇറ്റാലിയൻ ഫുഡും ഇന്റർനാഷണൽ ക്ലാസ്സിലേക്ക് നമ്മൾ നമ്മുടെ അതെ. അന്നത്തെ മാറ്റി. അതെ. വാസ്തവത്തിൽ അത് നമുക്ക് ഉതകുന്നതല്ല. നമ്മൾ ജനിച്ചു വളർന്ന പക്ഷെ ഇപ്പൊ ഭൂമികയിലുള്ള ഞാൻ യൂറോപ്പിൽ വർക്ക് ചെയ്ത ആളാണ്. ആ. അപ്പൊ എനിക്ക് യൂറോപ്പിൽ ചെല്ലുന്ന സമയത്ത് അവിടെ എനിക്ക് കഞ്ഞിയും പയറും കിട്ടണമെന്ന് വിചാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വേണമെന്നില്ല. ആ. പക്ഷെ ആഗോള പ്രാധാന്യമുള്ള ആഗോളത്തിൽ ആഗോള നിലയിൽ നമുക്ക് അവൈലബിലിറ്റി ഉള്ള സാധനങ്ങളുണ്ട്. ഓക്കെ. അരി എല്ലായിടത്തും ഉണ്ട്, ഉവ്വ്. മുളക് എല്ലായിടത്തും ഉണ്ട്, നാരങ്ങ പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. വെച്ചാൽ നമ്മളിപ്പോ ഈ ഡയബറ്റിക് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പൊതുവേ എല്ലാ ഡയറ്റ് പ്രോഗ്രാമിലും പറയണത് അരി ഒഴിവാക്കണം എന്നുള്ളതാണ് പറയണത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അങ്ങ് പറയാ? അത് ഒരു ജീവി ജനിച്ചു വളരുന്ന സാഹചര്യത്തിലുള്ള ഉവ്വ്. അവിടെ ഉണ്ടാകുന്ന സസ്യലതാദികളും ഫലമൂലാദികളും ധാന്യങ്ങളുമാണ് ആ ജീവിക്കുള്ള ഭക്ഷണം. ഉവ്വ് ഉവ്വ്. ഓക്കെ. നമുക്കിവിടെ ഹ്യൂമിഡിറ്റി ഉണ്ട്, മോയ്സ്ചർ കൂടുതലുണ്ട്, അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ നമുക്ക് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണമായിരുന്നു നമ്മുടെ പരമ്പരാഗത ഭക്ഷണം. പണ്ട് കഞ്ഞി, പുഴുക്ക് ഇതുപോലുള്ള സാധനങ്ങളായിരുന്നു കേരളത്തിൽ കഴിച്ചോണ്ടിരുന്നത്. അതെ അതെ. അത് മാറിയിട്ട് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നമ്മളിപ്പോ 3 നേരവും കഞ്ഞി കുടിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ കൂടുതൽ വണ്ണം വെക്കും. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും? അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അതൊരു ഓക്കെ. തെറ്റായ ധാരണ മാത്രമാണ്. കാരണം നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ തകർത്തിട്ട് മറ്റൊരു സംസ്കാരത്തിനെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ. ഉള്ള ഭയപ്പെടുത്തലുകളാണ് അത്. ഭയപ്പെടുത്തലുകളാണ്. കാരണം ഇന്ന് ലോകത്തെ കഴിക്കുകയാണെങ്കിലും അന്ന് പറയുന്നത് വെച്ചാൽ ക്വാളിറ്റി ഉള്ള കഞ്ഞിയും പയറും കഴിക്കുക, അതിന്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ആവശ്യത്തിന് മാത്രം കഴിക്കുക. അതോടൊപ്പം അതിനുള്ള വ്യായാമം അതും വേണം. അതെ അതെ. കാരണം ഇന്ന് കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട്. പിന്നെ അത് മുത്താഴം ഉണ്ട്, മുള്ളിലും കിടക്കണം, ഇങ്ങനെയൊക്കെ. ഇത് എവിടുന്ന് വന്നാന്ന് തരത്തില്ല. ആയുർവേദം പറഞ്ഞ ഭുക്ത്വാ ശതപഥം ഗച്ഛതെന്നാണ്. ഭക്ഷണം കഴിച്ചാൽ നമ്മൾ 100 അടിയെങ്കിലും നടന്നിരിക്കണം. ഓക്കെ ഓക്കെ. അതുപോലെ വയറിന്റെ 3 ഭാഗത്തെ അന്നം കൊണ്ടും അടുത്ത 3 ഭാഗത്തെ ഒന്ന് യൂഷം അല്ല പരിപ്പയാറ്, അതല്ലെങ്കിൽ മോര് മോര് അതുകൊണ്ടും അടുത്ത 3 ഭാഗം കാലിയായിട്ട് വിടണമെന്നാണ് പറയുന്നത് ഭക്ഷണത്തിന്. എം ടി ആക്കണം. എങ്കിലേ ഈ പ്രവർത്തനം നടക്കുകയുള്ളൂ. അതെ. അതിപ്പോ ഒരുപാട് ഡയറ്റ് പ്രോഗ്രാമുകളിൽ പറയുന്നുണ്ട് 80% വയറ് ഫുൾ ആക്കാവുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങ് പറഞ്ഞ 80% എന്താണെന്ന് ആർക്കും അറിയില്ല. ഫുള്ള് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കണേ 33. അതെ. ഓക്കെ. അപ്പൊ 3 അപ്പൊ എത്ര നേരം കഴിക്കണം? അത് ഏകമുക്ത മഹായോഗി എന്ന് പറയും. ഒരു നേരം കഴിക്കാൻ അത് ശീലമാക്കാൻ പറ്റിയാൽ അങ്ങനെയുള്ളവരുണ്ട്. ദ്വിമുക്ത മഹാഭോഗി എന്നുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് 2 നേരം കഴിക്കുന്നവരുണ്ട്. അവർ ഭോഗികൾ സുഖഭോഗങ്ങളിൽ ആഗ്രഹമുള്ളവർക്ക് ആകാംക്ഷിക്കുന്നവർക്ക് അങ്ങനെ ആവാം. പിന്നെ ത്രിപുക്തം മഹാരോഗി എന്ന് പറയുന്നത് 3 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്ന രോഗിയായിട്ടാണ് ആയുർവേദം കാണുന്നത്. അത് ശരി. ഇന്നിപ്പോ 4 നേരം. പിന്നെ ചതുർമുക്തം മഹാദ്രോഹി എന്നാണ്. കാരണം അവർ മറ്റുള്ളവർക്കുള്ള ഭക്ഷണം കൂടാണ് കഴിക്കുന്നത്. അത് 4 പ്രാവശ്യം ഭക്ഷണം കഴിച്ചാൽ ദ്രോഹിയാ. കാരണം അത് മറ്റൊരാൾക്കുള്ള ഒരു തരത്തെ ഭക്ഷണം കൂടാണ് ഇവർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് യോഗികമായിട്ടൊരു ലൈഫ് നമുക്ക് മെറ്റീരിയൽ ലൈഫ് സാധ്യമല്ല. ഒരു 3 നേരമായിട്ടെങ്കിലും നിർത്താൻ പറ്റുക. അതിൽ കൂടുതൽ ആവാതിരിക്കും, മിനിമം ആവാതിരിക്കും. അത് 2 നേരം ആക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം. കൂടുതൽ വ്യായാമമോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വിശപ്പിനനുസരിച്ചാൽ. അപ്പൊ ഞാൻ ഇടയ്ക്ക് അവിടെ ഇതുപോലെ കേട്ടിട്ടുണ്ട്, നമുക്ക് ഈ നമ്മളുടെ എന്താ പറയാ അഗ്നിയാണ് ജഠരാഗ്നി. അപ്പോ നമുക്ക് കൂടുതൽ വിശപ്പുണ്ടാവുന്നത് ഈ അഗ്നി കൂടുതലുള്ളപ്പോഴാണോ, എങ്ങനെയാണ് അതിനെ കുറിച്ച് അങ്ങ് പറയുന്നത്? അത് ഒന്നത് ഋതുക്കൾക്കനുസരിച്ച്, നമ്മുടെ സീസൺ അനുസരിച്ച് നമ്മുടെ പിത്തത്തിന്റെ പ്രവർത്തനം മാറും, ദഹനത്തിന്റെ പ്രക്രിയ മാറും. ഓക്കെ. എപ്പോഴും വർഷക്കാലത്ത് കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വേനൽക്കാലത്ത് കഴിക്കുക. അതിനാണ് ഋതുചര്യ എന്ന് പറയുന്നത്. കാരണം ഓരോ ആ ഋതുക്കൾക്കനുസരിച്ചാണ് ഭൂമിയിൽ ഓരോ സസ്യങ്ങളും ഉണ്ടാവുന്നത്. നമുക്ക് വർഷകാലത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് വർഷകാലത്ത് നമുക്ക് വിളവ് കിട്ടുന്നത്. നമ്മുടെ ക്ലൈമറ്റും കൃഷി രീതിയും അങ്ങനെയാണ്. അതെ, പ്രകൃതി ഒരിക്കലും മാറുന്നില്ല, മനുഷ്യൻ മാത്രമേ മാറുന്നുള്ളൂ. മനുഷ്യൻ മാറുന്നു, മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറുന്നു, മനുഷ്യന്റെ ശീലം മാറുന്നു, പക്ഷെ പ്രകൃതി മാറുന്നില്ല. നമ്മൾ പ്രകൃതി ജീവനം എന്ന് പറഞ്ഞാൽ പ്രകൃതി അറിഞ്ഞ് ജീവിക്കുക. സൂര്യൻ, പിന്നെ പഞ്ചഭൂതങ്ങള്, ഇതിനെയൊക്കെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിന് നിദാനം. നമ്മളപ്പോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കഴിക്കുക, നമ്മുടെ ജീവിതശൈലിക്ക് അനുസരിച്ച് കഴിക്കുക. പ്രകൃതിയിൽ ഇപ്പൊ ഭൂമിയില് സൂര്യൻ ഉദിച്ച ശേഷം ഉറങ്ങുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. അതൊരു അടിപൊളി കോട്ടായി പോയി. വേറെ ഒരു മറ്റേ ഡോണിന്റെ ടൈമില് പക്ഷികൾ പോലും മരം വിട്ടു പോകും. അവർക്ക് ഞായറാഴ്ചയോ അവധി ദിവസമോ ഒന്നുമില്ല. തിരിച്ച് ജോലി അല്ലെങ്കിൽ കോൾ സെന്ററുകൾ, അതുപോലെ IT മറ്റു പ്രൊഫഷണലുകൾ ഒരുപാട്. ഇപ്പൊ എക്സാമ്പിൾ പോലീസ് 24 അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, അവിടെ അവർക്ക് ക്രമീകരിക്കാം. അവിടെ ശീലം വേണം ആളുകള്. അപ്പൊ അതിൽ കൂടുതൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞായറാഴ്ച എന്നുള്ള ഒരു ദിവസം ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നവരാണ് 99%.
ഇപ്പൊ രാത്രി ഡ്യൂട്ടി ഉള്ള ആള് ശനിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് തന്നെ 7 മണിക്ക് വന്നിട്ട് അയാൾ 7 തൊട്ട് 11 വരെ ഉറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ അതിനെ ന്യായീകരിക്കുന്നതല്ല. പക്ഷെ എന്നാലും ഒരു വീക്ക് മുഴുവൻ ബിസി ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആകെ കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പൊ അവരവരുടെ കുട്ടികളെയും കൂട്ടി പുറത്തു പോകാനും ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഒക്കെ തീർച്ചയായിട്ടും അവർ പോകും. അപ്പൊ ആ സമയത്ത് അവരോട് നിങ്ങൾ വീട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു 12 മണിക്ക് മടങ്ങി വരുമല്ലോ. ഓ, 1 മണിക്ക് ഉറങ്ങിയാലും 5 ഒന്നും 6 മണിക്ക് എഴുന്നേക്കാം. 5 മണിക്കൂർ ഉറക്കം കാരണം കിട്ടും. 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങണം എന്ന് എല്ലാവർക്കും ഒരു സന്തോഷം. അതാണ് അവർ രോഗത്തിലേക്ക് കടക്കുന്നതിന്റെ കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ജീവിതത്തിൽ നശിക്കാനുള്ളവർക്ക് ഉള്ള 6 കപ്പലുകൾ എന്ന് പറയുന്നുണ്ട്. അത്യാഹാര പ്രയാസശ്ച പ്രജൽപോ നിയമഗ്രഹ ജനസംഘഞ്ച ലൗല്യഞ്ച ഷഡ്ഭുർ ജീവോ വിനിശതി എന്നാണ്. അതായത് അമിതമായ ആഹാരം, അമിതമായ അധ്വാനം, പ്രജൽപ്പം, അനാവശ്യമായ സംസാരം, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ നിയമഗ്രഹം, കടുംപിടുത്തം, ദുർജന സംസർഗം, ചീത്ത കൂട്ടുകെട്ടുകൾ, ലൗല്യം, ആലസ്യം, ഈ 6 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും നശിച്ചു പോകുന്നതാണ് പറയുന്നത്. അപ്പം അത്ര പ്രാധാന്യം ഈ ലൗല്യം എന്ന് പറഞ്ഞ അവസ്ഥ, ആലസ്യം, അത് അതിനിദ്രയിൽ നിന്നുണ്ടാവുന്നതാണ്. 6 മണിക്കൂറുകളിൽ ഉറങ്ങുന്നോ അവർക്ക് ആലസ്യം ഉണ്ടാവും. ഏത് സമയത്തിരുന്നാലും അവർക്ക് കൂട്ടുക വരും. ഒരുപാട് ആർട്ടിക്കിളുകളിൽ നമ്മൾ കാണാറുണ്ട്, ഒരു 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങാമെന്നൊക്കെ നമ്മൾ ഒരുപാട് ആർട്ടിക്കിളുകളിൽ കാണാം. മറ്റുള്ളിടത്ത് ചികിത്സാശാസ്ത്രം ആവുന്നതിന് മുമ്പേ, ഉരുത്തിരിയുന്നതിന് മുമ്പേ, ആയിരക്കണക്കിന് വർഷം മുമ്പേ ഇതിന് ശാസ്ത്രവും ശാസ്ത്ര ഗ്രന്ഥങ്ങളും പാഠ്യകേന്ദ്രങ്ങളും ഉണ്ടായിരുന്ന സ്ഥലമാണ് ഭാരതം. പിന്നെ ഭാരതത്തിന് വേറെ പ്രത്യേകത, ലോകത്തെ എല്ലാ ഭൂപ്രകൃതിയും എല്ലാ എത്നിറ്റിയും നമുക്ക് ഭാരതത്തിലുണ്ട്. ഇപ്പൊ സ്വിറ്റ്സർലൻഡിൽ മഞ്ഞുമലകൾ മാത്രം, അറേബ്യയിൽ മരുഭൂമി മാത്രം, മറ്റേ ആമസോണിൽ ചെന്ന് കഴിഞ്ഞാൽ വനം, കാടുകളും നിബിഡ വനങ്ങളും മാത്രം, അവിടെ മംഗോളിയൻ ഉണ്ട്, എല്ലാത്തരം എത്നിറ്റി ഉണ്ട്. ഇതെല്ലാം നമുക്ക് കൊച്ചി ഇന്ത്യയിലുണ്ട്. അപ്പൊ ലോകത്തിന്റെ ഒരു കൺസൈസ് ഫോം, ഒരു മിനിയേച്ചറാണ് ഭാരതം. അതുകൊണ്ട് ഭാരതത്തിൽ ഉരുത്തിരിഞ്ഞ ശാസ്ത്രം ലോകത്തിന് മുഴുവൻ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ മറ്റൊരു രാജ്യത്ത് കണ്ടെത്തിയ ശാസ്ത്രം ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഞാൻ ഒന്നിനെ കുറച്ച് പറയുകയല്ല, ഭാരതത്തിന്റെ കാഴ്ചപ്പാടിനെ മുന്നിൽ പറഞ്ഞു വന്നു. നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ, ലെറ്റ് ഫുഡ് ബി ദ മെഡിസിൻ എന്ന്, അല്ലെങ്കിൽ ആഹാരം തന്നെയാണ് ഔഷധം എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെ അനുവർത്തിക്കുമ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ കാലാനുസൃതമായ, അതായത് ക്ലൈമറ്റിനനുസരിച്ചും, എനിക്ക് തോന്നുന്നു പഴയ 1-2 പഴഞ്ചൊല്ലുകളുണ്ട്, ചക്കയും മാങ്ങയും മുമ്പാസം, എന്താണ് കപ്പയും, അങ്ങനെ എന്തോ ഒരു മുമ്പാസം. നമുക്ക് 4 ഋതുക്കളാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത്. ഓരോ ഋതുവും 3 മാസമാണ്. 6 ഋതുക്കൾ ഉണ്ടെങ്കിലും കേരളത്തിൽ പ്രകടമായിട്ടുള്ളത് 4 ഋതുക്കളാണ്. ആ 4 ഋതുക്കളെ ചല്ലിരിക്കുള്ളതാണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള. കപ്പ പറിക്കുന്ന സമയമുണ്ട്, ചേന പറിക്കുന്ന സമയമുണ്ട്, അതിന് തൊട്ടു മുമ്പാണ് ഞാറ്റുവേലയ്ക്ക് നമ്മൾ അപ്പൊ അത് കറക്റ്റ് ഉണ്ട്. നമ്മൾ ആ പരമ്പരാഗത നമ്മുടെ ഞാറ്റുവേല എന്നുള്ളൊരു കൺസെപ്റ്റും ആ കൃഷിയുടെ കൺസെപ്റ്റും വിളവെടുപ്പ് ഭാരതത്തിലെ മൊത്തം പറയുകയാണെങ്കിൽ, ഇതിപ്പോ നമ്മൾ കേരളത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഇതുപോലുള്ള വിളവുകളും ഉണ്ട്. ഓരോ സംസ്ഥാനത്തും അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചും അവിടുത്തെ ശരീരത്തിന്റെ പ്രത്യേകത അനുസരിച്ചും, കാരണം ബോഡി ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്, അതിനനുസരിച്ചും അവരുടെ ട്രോപ്പിക്കൽ റീജിയനെയാണ് അവർ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ ആഗോള സ്വഭാവമുള്ള ചില ഭക്ഷണങ്ങളുണ്ട്. അരി ആഗോള സ്വഭാവമുള്ളതാണ്, കാരണം എല്ലാ രാജ്യത്തും ഉപയോഗപ്പെടുന്നതാണ്. പിന്നെ പഴങ്ങൾ മാത്രം ഇതിന് ദേശികമായ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഓരോ ഭൂപ്രകൃതിയിൽ ഓരോ തരം പഴങ്ങളെ. കിവി ഉണ്ടാവുന്നത് ന്യൂസിലാൻഡിലാണ്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യയിലാണ്. അതിനെ ഒന്നും എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യല. ഞാൻ ആഗ്രഹം, അതായത് ഭക്ഷണം മനസ്സിന് പ്രിയമായതും ശരീരത്തിന് പ്രിയമായതും ഉണ്ട്. നമ്മൾ മനസ്സിന് പ്രിയത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തിനേയും കൺസ്യൂം ചെയ്യാം. പക്ഷെ ഇപ്പൊ കൂടുതൽ നമ്മുടെ ന്യൂട്രീഷണൽ വാല്യൂ, അതായത് പഴങ്ങളാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ വൈറ്റമിൻ സി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാരണം നല്ലൊരു എന്താ പറയാ, ഒരു ഉത്തമ ആഹാരം പലർക്കും ലഭ്യമാകുന്നില്ല. ഇപ്പൊ നമ്മളൊരു ട്രാവൽ ആയിരിക്കാം, ഇപ്പൊ പറഞ്ഞ സാഹചര്യങ്ങൾ തന്നെയാണ് ഓരോരുത്തരുടെ ഔദ്യോഗികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വരുമ്പോ എന്തെങ്കിലും കഴിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു സാൻഡ്വിച്ച് ആയിരിക്കും ചിലപ്പോൾ കിട്ടുക, അല്ലെങ്കിൽ ഒരു ചായയും ഒരു സാൻഡ്വിച്ചും ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഒരു ന്യൂട്രീഷണൽ ആഹാരത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉത്തമ ആഹാരത്തിന്റെ ഡെഫിഷ്യൻസി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം, അല്ലെ? ഒരു പരിധിവരെ. പക്ഷേ നമ്മൾ ആഹരിക്കുന്ന സസ്യാഹാരങ്ങളിൽ നിന്ന്, അതായത് ഭക്ഷണം നമുക്ക് ആയുസ് തരണം, ബുദ്ധി തരണം, ബലം തരണം, സംതൃപ്തി തരണം, സന്തോഷം തരണം. ഇത് 5ഉം തരുന്നതാവണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അപ്പോൾ നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സസ്യാഹാരങ്ങൾ ഏതും ഇത് 5ഉം തരാൻ കെൽപ്പുള്ളതാണ്.
ഓക്കെ. അപ്പൊ നോൺ വെജ് ഫുഡ് ആണെങ്കിലോ? നോൺ വെജ് ഫുഡ് അത് മനുഷ്യന് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇന്നിപ്പോ നമുക്കൊരു ബിരിയാണി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവിടെ ആഴ്ചയിൽ ഒരു ബിരിയാണി കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം കാരണം വരില്ല. ഒരേ സമയത്ത് അങ്ങ് പറഞ്ഞ സന്തോഷം അതെ കിട്ടണമെന്നാണല്ലോ പറഞ്ഞത്. ഒരേ സമയം നമ്മൾ ആരോഗ്യത്തെ പറ്റി എങ്ങനെ അനാരോഗ്യം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഇപ്പൊ വരുന്നത്. ഓക്കെ. ശരി, മാംസം ആഗ്രഹിച്ചാലും നമ്മൾ മൃഗങ്ങൾ കഴിക്കുന്ന പോലല്ല കഴിക്കുന്നത്. അതിൽ സസ്യജന്യമായ ചേരുവകൾ ചേർത്ത് അതിനെ ലൈറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതെ. ഒരിക്കലും പിന്നെ കടുവയപ്പ നമ്മൾ കടിച്ചു പറിച്ച് തന്നെ അല്ല. അല്ല. നമ്മൾ അതിന്റെ അകത്ത് ജീരകം, പരുവ വ്യത്യാസം മുളക്, വരുത്തും. അതെ. മല്ലി, ഇതല്ല. ഇപ്പൊ കൊത്തമ്പാലരി മരുന്നാണ്, ഉം. ഓജസ് വർദ്ധിപ്പിക്കുന്നതാണ്, ദഹനം ആണ്, മൂത്രളമാണ്, അങ്ങനത്തെയാണ് കൊത്തമ്പാലരി. അതുപോലെ തന്നെ പെരിഞ്ജീരകം ഔഷധമാണ്. ആയുർവേദത്തിൽ തന്നെ ഇതുപോലെ മാംസങ്ങൾ വെച്ചിട്ടുള്ള ഔഷധങ്ങളൊക്കെ ഇല്ലേ? ഉണ്ട്. അജമാംസ ഉണ്ട്, രസായനം. അജമാംസ രസായനമുണ്ട്. ആ. കൂടാതെ കുക്കുടലേഹിയുണ്ട്, കോഴി പിന്നെ രസായനമുണ്ട്, പോത്തിൻ പോത്തിൻദ്രാവകമുണ്ട്, ബ്രാത്തുണ്ട്. അതെ. അതിനെയൊക്കെ മറ്റ് ഔഷധങ്ങളും കൂടെ ചേർത്ത് അതിനെ ലൈറ്റ് ആക്കുന്നുണ്ട്. ഇതിൽ നിന്നുള്ള ഗുണങ്ങളെ മാത്രം എടുത്ത് അതിലെ ദോഷങ്ങളെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ്സ് നമ്മൾ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അതിനാണ് ആയുർവേദ ഔഷധങ്ങൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം ഇറച്ചി കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ചേർക്കുന്ന മസാലകള് എല്ലാ ഔഷധങ്ങളല്ലേ. അതെ. ഇന്നിപ്പം മസാല ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ദഹനശേഷി നഷ്ടപ്പെടുമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് ചെറുകുടലിന് നീളക്കൂടലാണ്. കാരണം സസ്യാഹാരം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ അവര് ഇതുപോലെ നമ്മൾ പറയുന്ന പോലെ ഒരുപാട് മസാല ഒന്നും ഇട്ടൊന്നല്ല അവര് കഴിക്കണം. അവര് കുക്ക് ചെയ്യാൻ തുടങ്ങിയതെന്നാണ് 100 അല്ലെങ്കിൽ 150 വർഷം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കം വന്നതിന് ശേഷമാണ് കുക്കിംഗ് തുടങ്ങിയത്. അതുപോലെ ഡ്രൈ ഫുഡ്സ്, ഡ്രൈ മീറ്റ് അത് തീയിൽ ചുട്ട് കഴിക്കുകയൊക്കെയാണ്. ചുട്ട് കഴിക്കുന്നതാണ് അവർക്ക്. ഗ്രിൽഡ് ഫുഡാണ് അവരുടെ ഏറ്റവും കൂടുതൽ. അതേസമയം ഭാരതത്തില് ആയിരക്കണക്കിന് വർഷം മുമ്പേ മസാലക്കൂട്ടുണ്ടാക്കി. മസാലക്കൂട്ടെല്ലാം ദഹനത്തെ പോഷിപ്പിക്കുന്നതാണെല്ലാം. അപ്പൊ നമ്മളുടെ ദഹന ഇന്ദ്രിയങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള മസാലക്കൂട്ടുകൾ ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ള. തീർച്ചയായിട്ടും. ഇപ്പൊ ആയുർവേദത്തിലെ യോഗപ്രകാരം ഇപ്പൊ ശാസ്ത്രം നോക്കി കഴിഞ്ഞാൽ ആ യോഗത്തിൽ പറഞ്ഞേക്കുന്ന പല ഇൻഗ്രീഡിയൻസും ആണ് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന മസാലകള്. മല്ലിയുള്ള ജീരകം തൊട്ട് പരിചീരകം നമ്മൾ ഉറപ്പുവരുത്തിക്കൊള്ളണം. അതിന്റെ ഗുണം ചേർക്കുന്നതിന്റെ അളവ്, കഴിക്കുന്ന രീതി, ഏറ്റവും കഴിക്കുന്നതിന്റെ സമയമാണ് ഇതിന്റെ അകത്തെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ന് ആ സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ സമയം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വൈകിട്ടത്തെ ഭക്ഷണം ഒരു 10 മണിക്കകത്ത് 3 നേരം അല്ലെങ്കിൽ 4 നേരം കഴിക്കാനുള്ള ദ്രോഹിയാന്നാ പറഞ്ഞത്. അതെ. അപ്പൊ അത് വേണ്ട. അപ്പൊ 3 നേരം കഴിക്കണം. ഒരു 10 മണിക്കകത്ത് കൊണ്ട് രാത്രി ഭക്ഷണം തീർന്നിരിക്കണം. രാത്രി 10 മണിക്ക് അങ്ങേയറ്റം. കാരണം ഇപ്പൊ യൂറോപ്യൻ ലൈഫ് സ്റ്റൈലിലൊക്കെ പറയും അവർ 6 മണിക്ക് ശേഷം കഴിക്കരുത് എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. മുമ്പ് ഇന്ത്യയിലും അങ്ങനെ ആയിരുന്നു. വൈദ്യുതിയുടെ സൂര്യാസ്തമയത്തിന് മുമ്പ്. അതെ, വൈദ്യുതിയുടെ ആഗമനത്തോടു കൂടിയാണ് ജീവിതശൈലി മാറിയത്. പണ്ട് 6-6:30 ആകുമ്പോൾ ഭക്ഷണം കഴിഞ്ഞ് കിടക്കുവാരുന്ന ആളുകള് വൈദ്യുതി വന്നതോടുകൂടി കൂടുതൽ സമയം വർക്കിന് വേണ്ടി ചെലവഴിക്കാൻ തുടങ്ങി, പബ്ലിക് സ്പേസ് ചെലവഴിക്കാൻ തുടങ്ങി. ഇന്ന് വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ രാജ്യങ്ങൾ മൊത്തം പുരോഗമിക്കുന്നുണ്ട്. പണ്ടത്തെ സാമ്പത്തിക അവസ്ഥ അല്ല ഇപ്പോ. അതിനനുസരിച്ച് ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രി പുരോഗമിക്കുന്നുണ്ട്. കാരണം രോഗികളുടെ എണ്ണം കൂടി. അത് കലക്കി. ലോകത്തിലെ പകരമില്ലാത്തൊരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. അതെ 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 അതെ. കാരണം അതിന്റെ അത് ചോയ്സ് ഇല്ല. പെട്ടു. അല്ല, അങ്ങനെയല്ല. അവിടെയാണ് ഞാൻ ഈ പഞ്ചധന്യം പദ്ധതിയിലൂടെ കൂടുതൽ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എയിം ചെയ്യുന്നത്. ഇപ്പോഴാണ് അതിന്റെ ആവശ്യകത. തീർച്ചയായിട്ടും. അതായത് നമ്മളുടെ ആഹാരത്തിലൊരു ക്രമീകരണവും ഒരു മിതത്വം, അത്ര ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇപ്പൊ എല്ലാ ദിവസവും ഡയറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഒരു മിതത്വം പാലിച്ച്, ആഹാരത്തിൽ ഒരു മിതത്വം പാലിച്ച്, അങ്ങ് പറഞ്ഞ പോലെ ഇപ്പൊ ഇന്നത്തെ ഈ വരുന്ന ജനറേഷനോ അല്ലെങ്കിൽ അടുത്ത വരുന്ന ജനറേഷനോടൊന്നും ഋതുക്കളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും ആരും കേൾക്കുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആഹാരത്തിൽ ഒരു മിതത്വം കൊണ്ടുവരിക, നോക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു എന്താ പറയുക ഒരു ചാർട്ട് തന്നെ അങ്ങയുടെ ഹെൽപ്പോടുകൂടി എനിക്ക് പ്രിപ്പയർ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ഋതുക്കളെന്നും ആ സമയത്ത് കഴിക്കേണ്ട ആഹാരങ്ങൾ എന്താന്നൊക്കെ നമുക്കൊരു ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ അടുത്ത വരുന്ന തലമുറയാണെങ്കിലും അവർക്ക് ആഹാരത്തിൽ പാലിക്കാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങ് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്വാളിറ്റി ഫുഡ്, ഒരു മിനിമം ക്വാണ്ടിറ്റി. ഇപ്പൊ 1/3 ആഹാരം നിറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഹാഫെങ്കിലും കഴിക്കുക എന്നുള്ളത് പ്രാബല്യത്തിൽ വരുത്താവുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്ഥിരമായ ഒരു വ്യായാമം, അത് എന്തും ആയിക്കോട്ടെ. ഇപ്പൊ ജിം ആയിക്കോട്ടെ അല്ലെങ്കിൽ എറോബിക്സ് ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ. പക്ഷെ അതൊരു സ്ഥിരമായിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ചിട്ടയോടുകൂടി രാവിലെയോ വൈകിട്ടോ അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് അനുസരിച്ചോ എന്താണെങ്കിലും ഒരു നിശ്ചിത സമയം, ഒരു 30 to 40 മിനിറ്റ്സ് ഒരു വ്യായാമത്തിനും. അതുപോലെ ഉറങ്ങുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും മസ്റ്റാണ്.
കാരണം എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം തരും. കാരണം ഇന്ന് സ്ട്രെസ്സാണല്ലോ, ജോലിയിലാണെങ്കിലും പുറത്തിറങ്ങിയാലാണെങ്കിലും. ചിലര് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ ഓടുന്നവരുണ്ടാവും. അതൊക്കെ എന്തും ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു സ്ട്രെസ് റിലീഫ് എന്നുള്ള ലെവലിൽ ഒന്ന് കുറച്ച് ഉറങ്ങുക, നല്ല സ്വസ്ഥമായി ഉറങ്ങുക. അതുപോലെ തന്നെ ഒരു കുറച്ച് സമയം ഒരു ധ്യാനം. അതിപ്പോ ഇന്ന സമയമൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഇന്ന മതാടിസ്ഥാനം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കുറച്ചു നേരം ഒരു ഏകാഗ്രമായി, അതായത് ഏകാഗ്രത കൈവരിക്കാനാണ് മെയിനായിട്ട് ധ്യാനം വേണ്ടതെന്നുള്ളതാണ്. കാരണം ഇന്ന് ആർക്കും ഇല്ലാത്ത സംഭവം അതാണ്. എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും സ്ട്രെസ്ഡ് ആണ്. ഏകാഗ്രത എന്ന് പറഞ്ഞ് കിട്ടുന്നേ ഇല്ല. അപ്പൊ കുറച്ചു നേരം ഒരു ധ്യാനം, അത് ഇരുന്നോ നിന്നോ എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു ധ്യാനത്തിലേക്ക് ഒന്ന് മനസ്സിന്റെ റെസ്റ്റ് കൊടുത്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് എങ്കിലും ഒരു ദിവസം അതിനായിട്ട് കണ്ടെത്തണം എന്നുള്ളതും. പിന്നെ അങ്ങ് പറഞ്ഞ പോലെ ശ്വസന പ്രക്രിയ, അത് നമ്മൾ അറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിലൊരു നിഷ്ഠമായി അല്ലെങ്കിൽ കുറച്ചു നേരം ഈ ധ്യാനത്തിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ശ്വാസം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂലോ. അപ്പൊ ആ ഒരു രീതിയിലും കൂടി ഒരു ദിനചര്യയാക്കി, അതാണ് ആ ഒരു പഞ്ചധന്യം ലൈഫ് സ്റ്റൈൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് എന്തായാലും അങ്ങേ പോലുള്ള ഇത്രയും ആയുർവേദത്തിൽ അറിവും ആയുർവേദത്തിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച് ഒരു ആയുർവേദം ഒരു തപസ്യായും ഒക്കെ കൊണ്ടു നടക്കുന്ന അങ്ങേ പോലുള്ള വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ പദ്ധതിയിലേക്ക് വളരെയധികം ഗുണമുള്ളതാണ്. കോൺട്രവേഴ്സറി കാര്യങ്ങളുടെ ഒന്നും പിന്നാലെ പോകാൻ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. അതിലൊരു കാര്യം, ഭാരതീയ ശാസ്ത്രശാഖകളെല്ലാം തന്നെ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമാണ്. അതെ 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 അതെ. ജ്യോതിഷമായാലും ആയുർവേദമായാലും വാസ്തുവാണ്, ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. അതെ അതെ. അപ്പൊ ആധ്യാത്മിക കാഴ്ചപ്പാട് ചിന്തിക്കുമ്പം ആയുർവേദം തന്നെ പറയുന്നുണ്ട്, രോഗത്തിന് ഔഷധമുണ്ട്, പക്ഷെ രോഗഭയത്തിന് ഔഷധമില്ല. ഇന്ന് രോഗഭയമാണ് കൂടുതൽ. അപ്പൊ അതിന് ജീവിത രീതി തന്നെ കറക്റ്റ് ചെയ്താൽ ആ മതിയല്ലോ. അതെ, കാരണം ഭാരതീയ ശാസ്ത്രം പറയുന്നത് ഹെൽത്ത് കോൺഷ്യസ് ആവാനാണ്. നീ ആരോഗ്യത്തെ പറ്റി ബോധവാനാകുക. വെസ്റ്റേൺ കൺസെപ്റ്റ് ഡിസീസ് കോൺഷ്യസ് ആവുക, രോഗത്തെ പറ്റി ബോധവാനാകുക. ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. നമ്മൾ പോസിറ്റീവായിട്ട്, ഒപ്റ്റിമിസം എന്ന് പറയുന്നതാണ്, നമ്മൾ പോസിറ്റീവ്, നമ്മൾ ആരോഗ്യത്തെ പറ്റി ബോധവാനായാൽ മതി. അപ്പം അതിനാണ് അഭയസങ്കേതം. നമ്മൾ ക്ഷേത്ര ആരാധനാലയങ്ങളെ അഭയസങ്കേതം എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാനാണ് അഭയസങ്കേതങ്ങൾ. അതായത് ഈശ്വരനുള്ള ഒരു സർവന്തര്യാമിയ ഒരു ചൈതന്യത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പം ഇന്നത്തെ തലമുറയെ അങ്ങനൊരു ഈശ്വര വിശ്വാസത്തിൽ നിന്നും കൂടെ പിന്തിരിയുന്നുണ്ട്. അപ്പം എപ്പോഴും ഒരു ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിതത്തെ ക്രമീകരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ അറിയുന്ന ഒരു ചൈതന്യമുണ്ടെന്നും അതിന് മതിയായ ശിക്ഷ എനിക്ക് കിട്ടുമെന്നുള്ള ബോധത്തിൽ നിന്നാണ്. ഇപ്പൊ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് മര്യാദയ്ക്ക് ഓടിക്കുള്ളൂ, കാരണം അതിന് ക്യാമറ ഉണ്ടെന്നറിയാം. ഇതുപോലൊരു ക്യാമറ നമ്മുടെ പ്രവൃത്തിയെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുണ്ടെന്നുള്ള ബോധത്തോടു കൂടി നമ്മളുടെ ദൈനംദിന ജീവിതത്തിനെ ചിട്ടപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ പകുതി രോഗത്തിന്റെ സാധ്യതകൾ കുറഞ്ഞു. പിന്നെ കഴിക്കുന്ന ഭക്ഷണം നല്ലതാവുമ്പോൾ നല്ലത് തിരഞ്ഞെടുക്കുക, നല്ല മാനസികാവസ്ഥയെ കഴിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വാളിറ്റി ഫുഡ് വിത്ത് ഒരു മിനിമം ക്വാണ്ടിറ്റി. അതൊരു നമുക്കൊരു ഇക്വേഷൻ ആക്കി എടുക്കാവുന്ന ഒരു കാര്യമാണ്. അത് എടുത്തിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ല. നമ്മൾ ഇതിന് മോശം ഫുഡ് ആകണമെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൊളിച്ച് തട്ടി തുടങ്ങും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും കഴിച്ചാൽ എന്തോ പടി കിട്ടിയെന്നുള്ളത്. ശരിയാ, ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ ഹെൽത്ത് ഈസ് ഹാപ്പിനെസ്, ആനന്ദം, സന്തോഷവാനായിരിക്കുന്ന അവസ്ഥയാണ്. ആ സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. ദയ, കാരുണ്യം, ഇതുപോലുള്ള സഹാനുഭൂതി, ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആനന്ദം ഉണ്ടായാലേ പറ്റുള്ളൂ. നമ്മൾ സ്ട്രെസ്ഡ് ആണ്, നമുക്ക് ഈ ഗുണങ്ങളൊന്നും കാണില്ല. അപ്പം ഗുണവാനായി ജീവിക്കാനായിട്ടാണ് നമ്മുടെ ശാസ്ത്രം. അതായത് ഒരു രോഗത്തിന് ചികിത്സ ആയുർവേദം ഒരാൾ എങ്ങനെ ജീവിക്കണം, ആരോട് മിണ്ടണം, എന്തു പ്രവർത്തിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെയായിരിക്കണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ പണ്ട് ആയുർവേദത്തിൽ പറയും, ശാസ്ത്രങ്ങളിൽ പറയും രാജകോപത്തിൽ ഭയമുള്ളവനായിരിക്കണമെന്ന്. കാരണം നിയമങ്ങളെ അനുസരിക്കുന്ന ഒരുവന് മാത്രമേ രാജാവാ. അതെ. അപ്പം ഈശ്വരഭയം ഉണ്ടായിരിക്കണം, ഇന്ന ഇന്ന ആളുകളെ ചികിത്സിക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനെങ്കിലും ഭയന്ന് അവനവന്റെ പ്രവൃത്തിയെ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള മനസ്ഥിതി ഉള്ളവന് മാത്രമേ ഔഷധം പോലും ഫലിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ആഹാരമാണ് ഔഷധം എന്നുള്ള കൺസെപ്റ്റിൽ പോകുമ്പം ഇന്നത്തെ തിരക്കുള്ള ചുറ്റുപാട് ചെയ്യാവുന്നത് നല്ല രീതിയിലുള്ള ഫുഡ് സപ്ലിമെന്റുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതായത് അവർക്കുള്ള ചെറിയ ക്വാണ്ടിറ്റിയിൽ അവരിലേക്ക് എത്തുന്ന ധാന്യങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇന്ന് തിരക്ക് പിടിച്ച സമയത്ത് കുക്ക് ചെയ്യാനായിട്ട് സമയം കുറവ്, അതിന് വേണ്ടിയിട്ടുള്ള മനസ്ഥിതി കുറവ്. കാരണം ഒരു ഫ്രോസൺ പൊറോട്ട അതിൽ വിടും. ഇല്ല, ഞാൻ കുറ്റപ്പെടുത്തില്ല.
ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. നല്ലൊരു പൊറോട്ട കിട്ടിക്കഴിഞ്ഞാൽ ചിക്കൻ ചാറും ഉണ്ടെങ്കിൽ അല്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ ഫ്രോസൺ ചെയ്ത, അതായത് പുനഃപക്വം വിഷവും എന്നാണ് ആയുർവേദം പറഞ്ഞത്. രണ്ടാമത് ചൂടാക്കിയ വസ്തു വെള്ളമാണെങ്കിൽ പോലും അത് വിഷത്തിന് തുല്യമാണെന്നാണ്. ഓ അത് ശരി, അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട്. ഉണ്ട്. ആ, പുനഃപക്വം വിഷോപമം, വലിയ പാടാ. ആ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭോജനാന്തെ പിബേത് അക്രം, ഭോജനാന്തെ ജലം വിഷം എന്നാണ്. നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ ഒരു 20 മിനിറ്റ് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ. ഓ അത് ശരി. അതുപോലെ മുമ്പും ഒന്നിൽ അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിച്ചിട്ട് അരമണിക്കൂറിന് ശേഷമേ കഴിക്കാവുള്ളൂ. അല്ലെ നമ്മുടെ ദഹനരസം ഡൈലൂട്ട് ആവുകയും എന്നിട്ടാണ് ഇത് ഓട്ടയിട്ട കാലത്ത് വെള്ളം കോരുന്നതാണ് ഇത്. നമ്മൾ തന്നെ അനാരോഗ്യത്തിനുള്ള വഴികൾ ഉണ്ടാക്കുന്നത് ആരോഗ്യത്തിനുള്ള വഴികൾ തേടുന്നു. ഞാൻ പറയണെന്താണെന്നറിയോ ഡോക്ടറെ, ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട്, കാരണം എന്താ വെച്ചാൽ നമുക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് നടക്കൂല. അപ്പൊ നമുക്കൊരു ആരോഗ്യമുള്ള തലമുറയെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയും വേണം. ഇതാണ് നമ്മുടെ രണ്ട് ശരിക്കും കോൺട്രവേഴ്സറിയാ. നിങ്ങൾക്ക് ആരോഗ്യം കിട്ടുകയും വേണം, നിങ്ങൾക്ക് ജീവിതശൈലി നോക്കാനും പറ്റില്ല എന്നൊരു വലിയ പാടാണ്. അതെ, അത് നമ്മൾ സമൂഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ നോക്കുന്നത് സ്റ്റാറ്റസ് വെച്ചിട്ടാണ്, ഒരാളുടെ ജോലി ഇതൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ ശരീരത്തിന് സ്റ്റാറ്റസ് ഇല്ല, ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തിന് സ്റ്റാറ്റസ് ഇല്ല. കളക്ടർ ആണേലും തെങ്ങ് കയറുന്ന ആളാണേലും അതിന്റെ പ്രവർത്തനം ഒരുപോലെ ആയിരിക്കും. അപ്പൊ നമ്മളിത് യുക്തമായിട്ടുള്ളത് മാത്രമേ ശരീരം സ്വീകരിക്കുകയുള്ളൂ, അല്ലാത്തത് നമ്മൾ വോട്ട് ചെയ്ത് കളയുന്നില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്ന് പറഞ്ഞാല് ക്രമപ്പെടുത്തുക, എല്ലാം വേണം, എല്ലാം മിതമായിട്ട് വേണം, ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് കഴിക്കണം. കാരണം ജീവിതത്തിലെ ആനന്ദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആനന്ദം നൽകുന്നത് കഴിക്കണം. പക്ഷെ അതിനൊരു ക്രമം വേണം, ക്രമം വയ്ക്കാം. അതിനൊരു ക്രമം വേണം. ഡെയിലി കേസ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു സാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഡെയിലി ഒരു ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ അത് ആഴ്ചയിൽ ഒരു സാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ദഹനശേഷിയെ പരിപോഷിപ്പിക്കാനായിട്ടുള്ള മറ്റ് സപ്ലിമെന്റുകൾ കഴിക്കാം. കാരണം ഉദരമാണ് രോഗങ്ങളുടെ തൊട്ടിൽ, മലബന്ധമാണ് രോഗങ്ങൾക്ക് മൂല കാരണമാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു നമുക്ക് തോന്നും, നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ സാധാരണ നമുക്ക് ഈ പറഞ്ഞാൽ തോന്നും ഒരിത്തിരി ക്വാളിറ്റി ഫുഡ് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ജങ്ക് ഫുഡുകളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഭയങ്കര എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, എന്ത് കണ്ടമാനം ഫുഡ് അടിച്ച് കയറ്റിയുണ്ട്, പണി കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. അപ്പൊ അവിടെ ഞാൻ പറയാറുണ്ട്, നമുക്കൊരു എന്താ പറയാ, ഈ നമ്മുടെ വീട്ടുവൈദ്യം എന്നൊക്കെ പറയണ പോലെ രാത്രി കിടന്നുറങ്ങാൻ കഴിക്കുമ്പോൾ കുറച്ച് തിരുവല്ല പൊടി കഴിക്കുകയോ അങ്ങനെ അതിലും ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നമ്മുടെ മോര്, അതെ, ആഹാരത്തിന്റെ അത് കേരളം ഒഴികെ മറ്റു സ്റ്റേറ്റിലല്ല ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. മോർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഏത് ഗ്രാമത്തിൽ കൂടെ പോയാലും സംഭാരം വിൽക്കുന്നുണ്ട്. വേറെ ഏത് സ്റ്റേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ മോര് പ്രധാന ഭക്ഷണമാണ്. കേരളത്തിൽ ഇത് കുറവാണ്. മോര് കഴിച്ചാൽ എന്ത് വിഷവും ദഹിച്ചു. കാരണം മോരിനെ പറ്റി പറയുന്നത് കൈലാസത്തിൽ അന്ന് മോരുണ്ടായിരുന്നെങ്കിൽ ശിവൻ നീലകണ്ഠനാവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കാളകൂട വിഷം കടത്തി വന്ന് മോരിനൊക്കെ ശരിക്കും നമ്മളുടെ വിഷമയമായ പദാർത്ഥങ്ങളെ ഡീടോക്സ് ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനുമുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണ് തക്രം അമൃതോപമം എന്ന് പറയുന്നത്. അമൃതിന് തുല്യമാണ്. അമൃതോപമം അമൃതിന് തുല്യമാണ്. തക്രം എന്ന് പറഞ്ഞ മോര. അതായത് അമൃതം എന്താണ്? ഒരാൾ അമരത്വം നൽകുന്ന സാധനമാണ് അമൃത്. അപ്പൊ അതിന് തുല്യമാണ് മോരെന്നാണ് പറയുന്നത്. അത് ഉൾപ്പെടുത്താം. അതുപോലെ ഓരോ ഋതുവിന്റെ അവസാനത്തിലോ അല്ലെ ഒരു ഋതുവിൽ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിങ് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഔഷധങ്ങൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എപ്പോഴും നമുക്ക് ഈ അമിത ആഹാരം അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ പോലെ ക്വാളിറ്റി ഇല്ലാത്ത ആഹാരം ചെല്ലുന്നത് മൂലം നമുക്ക് ആദ്യം ആക്രമിക്കപ്പെടുന്ന നമ്മളുടെ അവയവം എന്ന് പറയുന്നത് ലിവറാണ്, അല്ലെ? അപ്പൊ ഉറപ്പായിട്ടും ഒരു ലിവർ ഡീടോക്സിഫിക്കേഷൻ ഒരു ആനുവൽ പ്ലാൻ ആയിട്ട് സെറ്റ് ചെയ്താൽ കുറെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു രക്ഷപ്പെടാൻ പറ്റും. ആദ്യം ഉദരശുദ്ധി, ആദ്യം നമ്മുടെ ദഹന സംവിധാനത്തിനെ ക്രമപ്പെടുത്തുക. അതോടൊപ്പം ഇത് രണ്ടും കൂടെ ചേർന്ന് ഇഷ്ടംപോലെ ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. അതിൽ ഏറ്റവും ഇന്ന് ലൈറ്റായിട്ട് ഉപയോഗിക്കുക. കാരണം പണ്ടത്തെ പോലെ പഥ്യകാലാചരണങ്ങളോ ഒന്നും ഇന്നത്തെ തിരക്ക് പിടിച്ചു ചുറ്റുപാട് പണ്ടത്തെ ഇപ്പൊ ആയുർവേദ പുസ്തകങ്ങളിൽ പറയുന്ന രീതിയിലുള്ള ആയുർവേദ ചികിത്സയിൽ കൂടെ കടന്നു പോകാനായിട്ട് ആളുകൾക്ക് ക്ഷമയില്ല, സമയമില്ല. അപ്പം ഇന്നത്തെ ജീവിത രീതിക്ക് അനുസരിച്ച് ഇതിനെ എപ്പോഴും കാലികമായ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയേ പറ്റുള്ളൂ. അപ്പം കാലികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി ഇതിനെ ഇന്നത്തെ ജനങ്ങൾക്കും ആപ്ലിക്കബിൾ ആകുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റുന്നിടത്താണ് നിങ്ങളുടെ വിജയം. കറക്റ്റ്, അത് തന്നെയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. കാരണം ആയുർവേദം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇല്ല, അന്ന് രാജഭയം ഉണ്ടായിരുന്നു, രാജഭക്തി ഉണ്ടായിരുന്നു, ഈശ്വരനെ പേടിയുണ്ടായിരുന്നു. അതുപോലെ ദേശാന്തരഗമനം ഇല്ലായിരുന്നു. ഒരു ട്രോപ്പിക്കൽ റീജിയൻ അടുത്തൊരു ട്രോപ്പിക്കൽ റീജിയനോട് യാത്ര ചെയ്യുന്നില്ലായിരുന്നു. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ഡൽഹിയിലോ ദുബായിലോ പോയിട്ട് നൈറ്റ് ഫ്ലൈറ്റിന് തിരിച്ചു വരുന്നവരുണ്ട്. അപ്പൊ എന്നാന്ന് വെച്ചാല് ശരീരത്തിന് വരുന്ന വ്യത്യാസം. അന്ന് ദേശാന്തരഗമനമില്ല, ഒരു ട്രോപ്പിക്കൽ റീജിയനെ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. അപ്പൊ ആ പരമ്പരാഗത ഭക്ഷണം കൊണ്ട് അവർക്ക് ആരോഗ്യപരമായിട്ട് പോയിരുന്നു. ഇന്നതല്ല, ഈ കാലാവസ്ഥയുടെ മാറ്റം, കാലാവസ്ഥ ക്രമം മാറിക്കഴിഞ്ഞു. ആളുകളെ ദേശാന്തരഗമനം കൂടി. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണത്തിനെ കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങി. ഇപ്പം നിങ്ങളിതിനെ ഇങ്ങോട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ഗോതമ്പിന്റെ ഉപയോഗം കേരളത്തിൽ കൂടി. ഇത് ഇവിടുത്തെ അനാരോഗ്യത്തെ വളരെയേറെ ബാധിക്കുന്നുണ്ട്.
ഒരു പക്ഷെ പരിധി വരെ ഗോതമ്പ് ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ സ്റ്റേറ്റുകളില്ലേ? ഉണ്ട്. ഗോതമ്പ് പക്ഷെ അവിടെ മാത്രം അത് കൃഷി കഴിക്കാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഗോതമ്പ് കൃഷി ചെയ്യാൻ പറ്റുമോ? ഉം. രാത്രിയിലെ ടെമ്പറേച്ചർ വളരെ കുറവുള്ളിടത്ത് മാത്രമേ ഗോതമ്പ് വിളവെടുക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ ജീവജാലങ്ങൾക്ക് ശരീരത്തിന്റെ ഈ രാത്രിയിലത്തെ കൊടും തണുപ്പ് ഓവർകം ചെയ്യണമെങ്കിൽ അവർക്ക് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡാണേലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർക്കത് ഗോതമ്പ് അവർക്ക് യുക്തമായത്. ഏവിയേഷൻ സ്പിരിറ്റ് വളരെ അപ്പൊ പവറുള്ളതെന്ന് പറഞ്ഞ് ബജാജിന്റെ സ്കൂട്ടറിനെ അടിക്കണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. കാരണം വെച്ചാൽ നമുക്ക് ഡയറ്റ് ചെയ്യാൻ വേണ്ടി ചപ്പാത്തി കഴിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്ന ഫുഡ് കഴിക്കണം എന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കഴിക്കുന്നത് മാക്സിമം ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിക്കുക, അല്ല അതിന് ക്വാണ്ടിറ്റി കുറയ്ക്കുക. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ദഹനം ഫാസ്റ്റ് ആക്കുന്ന നമ്മളുടെ ഇപ്പൊ മോര് പോലുള്ള അല്ല അതിന് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഡോൺസ് പറയണ്ട. ഇത് കഴിക്കരുതെന്ന് പറയരുത്. അതെ കഴിക്കേണ്ടത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അതെ അതുപോലെ മതി മതി മതി. അതായത് ഗോതമ്പ് കഴിക്കരുത്, അത് കഴിക്കരുത്, കഴിക്കരുത് അതൊന്നും കൊടുക്കണ്ട. ഡോൺസ് പറയണ്ട, ഡൂസ് മാത്രം. ശരിക്കും നമ്മുടെ ഇന്നത് ഡയറ്റ് കഴിക്കുക. പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ അത് നോക്കി എന്താണ് തിരഞ്ഞെടുക്കണം. കഴിക്കേണ്ടത് അവരോട് പറയാ. ഇത് കഴിച്ച് നിങ്ങൾ ഒരു മാസം നിങ്ങളെ വിലയിരുത്തുക, എന്നിട്ട് തുടർന്നാൽ മതി. അവർക്ക് അവരുടെ 24 മണിക്കൂർ എങ്ങനെയാണെന്നുള്ള ഓരോരുത്തർക്കും അറിയാം. ഇപ്പൊ എന്റെ 24 മണിക്കൂറിൽ ഉണർന്നിരിക്കുന്ന 18 മണിക്കൂർ എങ്ങനെയാണ് ഞാൻ ചെലവഴിക്കുന്നത് എനിക്ക് വ്യക്തമായ ബോധമുണ്ട്. എനിക്ക് എന്റെ ശരീരത്തിന്റെ പരിമിതികള്, മനസ്സിന്റെ പ്രശ്നങ്ങള്, വിശ്രമം, ഇത് എല്ലാം എനിക്കറിയാം. ഇതിൽ നിന്നൊരു വ്യത്യാസം എനിക്ക് ഒരു മാസത്തെ ഉപഭോഗം കൊണ്ടുണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഫോളോ ചെയ്യും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അവരെ തന്നെ റിസൾട്ട് ബോധ്യപ്പെടുത്തുക. അല്ല നമ്മളിപ്പോ ബിസി ലൈഫാണെന്നോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആണെന്നോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഇത് ഒരുപാട് കാറ്റഗറി ആണല്ലോ. ഇന്ന് കുട്ടികളാണെങ്കിലും എക്സാമുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും സ്ട്രെസ്ഡാണ്. പക്ഷെ ആ സമയത്ത് ഇപ്പൊ അങ്ങ് പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ക്വാളിറ്റി ഫുഡ് വിത്ത് മീഡിയം ക്വാണ്ടിറ്റി. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ ആയുർവേദ ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഓർത്ത് വെക്കുന്ന കാര്യം ഇതുള്ളൂ. 4 പ്രാവശ്യം കഴിക്കണത് ദ്രോഹിയാണ്, രോഗിയല്ല. 3 പ്രാവശ്യം കഴിക്കണത് രോഗിയായി ഓൾറെഡി. അപ്പോ എന്ന് പറഞ്ഞ പോലെ ആഹാരത്തിലെ ഒരു ക്രമീകരണം തന്നെ നമുക്ക് വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. ഇല്ല, സമയമില്ല, സാഹചര്യമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ അവനവന്റെ തോന്നൽ മാത്രമാണ്. ഞാൻ വലിയ തിരക്കിലാണ്. ഈ കൊറോണ കാലത്ത് ഇവരുടെയൊക്കെ തിരക്ക് അവിടെ പോയി. കാരണം ഒരു രോഗം വന്നാൽ പോകുന്നേ ഉള്ളൂ നമ്മുടെ ദിവസവും ഒക്കെ, ദിവസവും സമയവും മുഹൂർത്തങ്ങളും ഒക്കെ. അപ്പം എങ്ങനെ സഫലമായ രീതിയിൽ നമുക്കുള്ള മുഹൂർത്തങ്ങളെ വിനിയോഗിക്കാമെന്നുള്ള ശീലം, ആ ഒരു അവബോധമാണ് അവരിലേക്ക് എത്തിക്കേണ്ടത്. ഒരു ഔഷധം മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല. ആയുർവേദം പറയുന്ന അവരെ എങ്ങനെ ജീവിക്കണം. ഇപ്പൊ അങ്ങ് പറഞ്ഞ അതേ കാഴ്ചപ്പാടാണ് പഞ്ചധന്യം പ്രൊജക്ടിലൂടെ അല്ലെങ്കിൽ പഞ്ചധന്യം ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാമിലൂടെ ഹെർബലി ടച്ച് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഇൻഫോർമേഷൻസ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പഞ്ചധന്യം എന്ന് പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാം. അത് ആദ്യം നമ്മളൊരു ബുക്ക് രൂപത്തിൽ ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങളെല്ലാം കൂടി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതൊരു മാഗസീനായിട്ട്, ക്വാർട്ടർലി മാഗസീനായിട്ട് 2025 മുതൽ നമ്മൾ ഈ മാഗസീനാണ് എല്ലാവർക്കും എത്തിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങയുടെ വിലയേറിയ സമയവും അതുപോലെ അങ്ങയുടെ അറിവും വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് തരണം എന്നുള്ള റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത്. എപ്പോഴൊക്കെ ഫ്രീ ഉണ്ടോ ആ സമയത്തൊക്കെ അങ്ങയുടെ ഒരു സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കും. കാരണം ഇത് അടുത്ത തലമുറയിലേക്ക് ഇപ്പൊ അങ്ങ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രാക്ടിക്കലിയാണ് ഞാൻ പറയുന്നത്, അങ്ങുമായിട്ട് ഒരു ഡിബേറ്റിനല്ല. പക്ഷെ അങ്ങ് പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി അടുത്തൊരു തലമുറയിലേക്ക് അത് എത്തിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മൊബൈലിലൂടെ എത്തണം. അത് ആ ഒരു ഭാഷ അല്ലെങ്കിൽ ആ ഒരു ലളിതമായ രീതി അവരോട് പറഞ്ഞാലേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ളതും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും അവരത് പിടിക്കൂല. അപ്പൊ ആ ഒരു രീതിയിലൂടെ നമുക്ക് ഈ ആശയങ്ങൾ അവരിലേക്ക് എത്തിച്ച് അടുത്തൊരു തലമുറയുടെ ആരോഗ്യം കൂടി നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. അതിലേക്കാണ് ഞാൻ പ്രയത്നിക്കുന്നതും. അതിൽ അങ്ങേപോലുള്ള അറിവുള്ളവരുടെ സപ്പോർട്ടാണ് എനിക്ക് ഊർജം നൽകുന്നതും. എന്തായാലും ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിനും അങ്ങയുടെ അറിവുകളെല്ലാം ഞങ്ങളോട് ഷെയർ ചെയ്യുന്നതിനും എല്ലാം വളരെയധികം നന്ദി പറയുന്നു. അടുത്ത ഒരു എപ്പിസോഡുമായി പഞ്ചധന്യം ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാമിലേക്ക് ഉടനെ ഞാൻ വരുന്നതാണ്. താങ്ക് യു.